ഈ അങ്കദനെ പിടിക്കാൻ അങ്കദൻ അവിടുന്ന് ഒരു ചാട്ടം കണ്ട് ചാടി മുകളിലേക്ക് ചാടിയിട്ട് ആ മാളികയുടെ വടക്കേ മൂലയ്ക്ക് ഒരു ചവിട്ടം കണ്ട് കൊടുത്തു. അത് ഇടിഞ്ഞു വീണു. ഇതൊക്കെ ഇപ്പോൾ ഇവർക്കൊരു പൊതു സ്വഭാവം. അത് ഈ മാളിക പൊളിക്കല്ലേ ആർക്ക് ആ വാനരന്മാരുടെ ഇവർ നല്ല ശക്തന്മാരാണേ. മാളിക പൊളിച്ചു തകർത്തു. രാവണനെങ്കിൽ തൻ്റെ മാളികയൊക്കെ പൊളിഞ്ഞു എന്ന് വിനാശം ജാത്മന പശ്യൻ തൻ്റെ കൊട്ടാരൊക്കെ തകർത്തു എന്ന് കണ്ടിട്ട് ഒന്നും പറയണ്ട. എന്താ ലിബറ്റുകൾ വന്ന വിവരം അറിയിച്ചിട്ടാണല്ലോ പോണത്. ഹനുമാൻ വന്ന് പൊളിച്ചതൊക്കെ അപ്പം അങ്ങനെ പണിക്കാർ നേരെയാക്കി കൊണ്ടിരിക്കുക. ആശാരിമാരൊക്കെ വന്ന് കഴിക്കോല ഉണ്ടാക്കണേ ഉള്ളൂ. മറ്റേതൊക്കെ കത്തിച്ചു പോയില്ലേ. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അപ്പൻ്റെ വക എന്ത് ചെയ്തത്? ഇപ്പുറത്തെ മാളിക പൊളിച്ചത് ഒന്നുമില്ല. അപ്പോഴേക്ക് രാക്ഷസന്മാരെല്ലാവരും എന്ത് ചിന്തിച്ചു? അവർ ഈ കൊട്ടാരൊക്കെ തകർന്നത് കണ്ടപ്പോൾ ചെയ്ത് ഹാഹാകാരം ബർഗുറുവന്ത ഹൗ കഷ്ടം 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 എന്നും പറഞ്ഞുകൊണ്ട് ഭയമോഹിതാഹ പേടിച്ചു വറച്ചു എന്നാ പറഞ്ഞത് അവരെല്ലാവരും കൂടി. അങ്ങനെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. രാവണൻ എന്തായാലും സീതയെ കൊണ്ടുപോയി കൊടുത്തില്ല. എന്താ ഉണ്ടായത്? യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ കലശായിട്ടുള്ള യുദ്ധം തുടങ്ങി. യുദ്ധം എന്നൊക്കെ പറഞ്ഞ ഗംഭീര യുദ്ധം ഉണ്ടായത്. ഇവർ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് കേമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിലാണ് ആദ്യം തുടങ്ങിയത്. അങ്കദനും ഇന്ദ്രജിത്തും ഇങ്ങനെ കേമന്മാരൊക്കെ ചേർന്ന് ആദ്യം തുടക്കം അങ്ങനെ ഉണ്ടായത്. കുറേ കഴിഞ്ഞപ്പോൾ യുദ്ധം കണ്ട് കൊടുമ്പിരി കൊണ്ട് യുദ്ധത്തിൽ ഇവരെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആരാ ഉണ്ടാവുക എന്താ ഉണ്ടാവുക എന്നൊന്നും അറിയാത്തൊരു മട്ടായപ്പോഴേക്ക് എപ്പോഴാണ് യുദ്ധം തുടങ്ങിയതെന്നും അറിയില്ല. നിർത്തേണ്ട കാര്യം രാത്രിയിലും എന്തുണ്ടായി? യുദ്ധം ഉണ്ടായി. ഈ രാത്രിയിൽ യുദ്ധം ഉണ്ടായപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയൂ? രാക്ഷസനേതാ വാനരനേതാ എന്ന് മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടെ മുറിക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശബ്ദത്തിൽ വെട്ടുമുറിയൊക്കെ ഉണ്ടായി. ആർക്കും ആരെയും മനസ്സിലാവണില്ലല്ലോ. ആ ജാതി യുദ്ധം ഉണ്ടായത് ഗംഭീരം. അപ്പോഴേക്ക് എന്താ ഉണ്ടായി ചോദിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇന്ദ്രജിത്ത് വന്നിട്ട് നാഗപാശാസ്ത്രം പ്രയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണു. അവരെ രാമനും ലക്ഷ്മണനും ഒക്കെ ഈ നാഗപാശാസ്ത്രത്തിൻ്റെ കേമത്തരത്തിൽ വീണുപോയപ്പോഴേക്ക് എന്താ ഉണ്ടായെന്നാണെങ്കിൽ രാമനൊക്കെ വീണപ്പോൾ ഇന്ദ്രജിത്തിന് സന്തോഷമായി. ഇനിയിപ്പോൾ എന്തേ പറയണ്ടു? കേമായി രാമനൊക്കെ തോറ്റൂലോ, വീണില്ലേ. എന്താ പറയുന്നത്? നാഗപാശത്തിൻ്റെ ശക്തിയിൽ ഈ നാഗപാശാസ്ത്രം കൊണ്ട് ബന്ധിച്ചവരായവരിങ്ങനെ കിടക്കുമ്പം എന്താണ്ടായി വെച്ചാൽ ലക്ഷ്മണനും മരിച്ച മട്ടായി, രാമനും മരിച്ച മട്ടായി. സുഗ്രീവന് വലിയ സങ്കടമായി. സുഗ്രീവൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ എന്തൊരു കഷ്ടമാണല്ലേ ഇത്. നമ്മളൊരു കാര്യത്തിന് പുറപ്പെട്ടിട്ട് ഇവരിങ്ങനെ മരിച്ചു പോയില്ലോ, കഷ്ടമായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് ഈ മട്ട് കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു വിഭീഷണൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, എന്താണെന്നറിയ ഇതൊന്നും പേടിക്കേണ്ട, ഇതൊക്കെ രാക്ഷസന്മാരുടെ സമ്പ്രദായമാണ്. എന്താ ചെയ്യുക? ഇതിലൊന്നും വൈക്ലഭ്യം കാണിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? സുഗ്രീവനൊക്കെ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോഴാണ് ഈ വിഭീഷണൻ അടുത്തേക്ക് വന്നിട്ട് അലം ത്രാസേന സുഗ്രീവ നീ പേടിക്കരുത്. ബാഷ്പവേഗോ നിരുദ്ധ്യതാം കണ്ണീരൊക്കെ തുടയ്ക്കൂ. ഏവം പ്രായാണി യുദ്ധാനി ഇങ്ങനെയൊക്കെ തന്നെയാണ് യുദ്ധം. വിജയോ നാസ്തി നൈഷ്ഠിക യുദ്ധത്തിൽ ഒരാൾക്ക് മാത്രം വിജയം ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഉണ്ടാവേ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഈ സുഗ്രീവൻ്റെ മുഖത്ത് നല്ല നനഞ്ഞ വെള്ളം നനച്ച കൈകൊണ്ട് ആര് തലോടി കൊടുത്തു? സുഗ്രീവസ്യ ശുഭേ നേത്രേ പ്രമമാർജ വിഭീഷണ. എന്തല്ലേ കൈയൊക്കെ നനച്ച കരയരുത് കേട്ടോ, വിഷമിക്കരുത്. എന്താ വെച്ചാൽ വിഭീഷണന് മാത്രം ഇത് കൊണ്ടില്ല. എന്താ കാരണം? വിഭീഷണൻ രാക്ഷസനല്ലേ. അപ്പം അവരുടെ മായ ആർക്കേൽക്കില്ല? വിഭീഷണനെ ഏൽക്കില്ലല്ലോ. അതാ അവരുടെ കൂട്ടത്തെ പെട്ട ആളല്ലേ, അതുകൊണ്ട് പെട്ടില്ലേ. അപ്പം എന്താ വെച്ചാൽ ഈ വിഷമം കണ്ടപ്പം വിഭീഷണൻ ഒരാൾ മാത്രം സലീലം വെള്ളം ഉള്ള കൈകൊണ്ട് നനഞ്ഞ കൈകൊണ്ട് തുടച്ചു. അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ച സമയത്ത് അമ്പോ ഒന്നും പറയണ്ട, ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തസ്മാദുത്സൃജ്യ വൈക്ലഭ്യം സർവകാര്യ വിനാശനം. ഈ ഒരു മനോവ്യാധി ഉണ്ടല്ലോ, നിരാശ, അത് നമ്മുടെ വിജയത്തിനെ ബാധിക്കും. എന്ത് ചെയ്യരുത്? രാമൻ്റെ നന്മയ്ക്കായിട്ട് പുറപ്പെടുക വേണ്ടത്. അവര് ഇതപ്പം ഇങ്ങനെ കിടക്കുകയാണ്, പേടിക്കേണ്ട. മൂർച്ഛിതന്മാരെ പറഞ്ഞ എന്താ അർത്ഥം? മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുകയാണ്. അപ്പം രാമനെയും ലക്ഷ്മണനെയും ഞാൻ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോയിട്ട് ആരെ കാണിച്ചു കൊടുത്തു? രാമനും ലക്ഷ്മണനും കിടക്കുന്നത് സീതയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് കിടക്കണം. സീതയാച്ചത് കണ്ടിട്ട് അയ്യോ രാമ മരിച്ചുല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിലവിളിച്ച് വിഷമിച്ച് കരയണേ. അപ്പോഴേക്ക് എന്താ ഉണ്ടായത്? ഈ കരയണ സമയത്താണ് രാമൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനം ഈ രാക്ഷസിമാരുടെ കൂട്ടത്തിൽ നമ്മുടെ സരമീൻ ത്രിജടയൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. എന്താ വെച്ചാൽ രാമൻ മരിച്ചിട്ടില്ല, നീ പുഷ്പക വിമാനത്തിലല്ലേ എങ്ങോട്ട് പോയത്? പുഷ്പക വിമാനത്തിൽ നിനക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ വിഷമിക്കരുത്. കാരണം എന്താണെന്നറിയോ? അനൃതം നോക്കത പൂർവമേ, ഞാൻ അസത്യം പറയാത്തോളാണ്. പക്ഷേ എന്നാ വെച്ചാൽ പക്ഷേ കഥയാചന നോണ ഞാൻ പറയൂല്ല. അതെന്താ വേണ്ടു വെച്ചാൽ നീ ത്രിജട പറഞ്ഞു കൊടുത്തു. കരയരുത് നീ. ഞാൻ കാരണം പറയാം. എന്താ വെച്ചാൽ ഈ വിമാനം, ഈ ദിവ്യമായ വിമാനത്തിൽ കയറി പോയില്ലോ, നിൻ്റെ ഭർത്താവ് മരിച്ചിട്ടാണ് കിടക്കണ വെച്ചാൽ എനിക്ക് ഈ വിമാനത്തിൽ കയറി
പോവാൻ പറ്റില്ലായിരുന്നു. നീ ആ വിമാനത്തെ കയറി പോയില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? ഭർത്താവിന് ആപത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അത് ഞാൻ പറയാം, സത്യം, ഞാൻ നുണയൊന്നും പറയാറില്ല. ആര് പറഞ്ഞു? ത്രിജട ആരെ ആശ്വസിപ്പിച്ചു? സീത. അപ്പോൾ സീതയ്ക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നി. അങ്ങനെ ആശ്വാസം തോന്നിയിരിക്കുന്ന സമയത്താണ് എന്താ വെച്ചാൽ ഈ സീതാദേവി പിന്നെ പാവം രക്ഷപ്പെട്ടു. ഈ രാക്ഷസിമാരുടെ വർത്തമാനം കേട്ടിട്ട് രക്ഷപ്പെട്ടു. ശരം രാമൻ എന്തേണ്ടായി എന്നാണെങ്കിൽ മെല്ലെ ഈ മൂർച്ഛയുണ്ടല്ലോ, മോഹാലസ്യത്തിൽ നിന്ന് മെല്ലെ ഉണർന്നു വന്ന സമയത്താണ് നോക്കിയപ്പോൾ എന്തേണ്ടായത്? ലക്ഷ്മണൻ ഇങ്ങനെ ബോധം കെട്ട് കിടക്കണം. ലക്ഷ്മണനെ കുറിച്ചിട്ട് അമ്പോ എന്തല്ലേ പറയുക എൻ്റെ ഉണ്ണി, എന്നാൽ ലക്ഷ്മണ സമോ ഭ്രാത, ലക്ഷ്മണനെ പോലെ ഒരു സഹോദരൻ ഉണ്ടാവുമോ, മരിച്ചു പോയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കരഞ്ഞു. അപ്പോൾ വാനരന്മാരിങ്ങനെ എല്ലാവരും കൂടി കരഞ്ഞ് രാമനും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇത് അസ്ത്രത്തിൻ്റെ മൂർച്ഛയാണ്. ഈ നാഗപാശത്തിൽ നിന്ന് മോചിച്ചാൽ എന്തുണ്ടാവും? ഈ ദുരിതം തീരും. ഈ നാഗപാശം വന്നാൽ നാഗപാശത്തിന് പകരം എന്താണെന്നറിയൂ? അതിന് ഗരുഡൻ്റെ വരവുകൊണ്ട് ഈ പാമ്പ് ഗരുഡനെ കണ്ടാൽ ഓടില്ലേ? അപ്പം അങ്ങനെ ഗരുഡൻ വന്നു. ഗരുഡൻ ഇങ്ങനെ ചിറകടിച്ച് അങ്ങനെ വന്ന സമയത്ത് അമ്പോ ഒന്നും പറയണ്ട, ആ ഗരുഡൻ്റെ വരവോട് കൂടിയിട്ട് എന്ത് തീർന്നു? ആ കൂട്ടത്തിൽ എല്ലാവരും മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന സമയത്ത് വിഭീഷണൻ അടുത്ത് വന്ന് നോക്കിയപ്പം എന്താ വെച്ചാൽ വിഭീഷണന് മാത്രം ആപത്തൊന്നുമില്ല. വിഭീഷണൻ ഇങ്ങനെ യുദ്ധഭൂമിയിൽ നടന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ എന്താ ചെയ്തു വെച്ചാൽ അടുത്തേക്ക് ചെന്ന സമയത്ത് ചോദിച്ചു, അതായത് നമ്മുടെ ഈ ജാമ്പവാൻ കാരണവരിങ്ങനെ കിടക്കണ്ട, ജാമ്പവാൻ കാരണവർക്ക് കണ്ണൊന്നും കാണാനില്ല. എന്താ കാരണം? മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. വിഭീഷണനെ അടുത്തേക്ക് വന്നപ്പോൾ വിഭീഷണനും ഹനുമാനും കൂടി അടുത്തേക്ക് വന്നത്, രണ്ടാളും കൂടി അടുത്തേക്ക് വന്ന സമയത്ത് ചോദിച്ചു, അതായത് നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? വിഭീഷണനോട്. എന്താ കാരണം? ഹനുമാൻ ജീവിച്ചിരിപ്പണമെങ്കിൽ പേടിക്കണ്ട, നമ്മുടെ സേനയ്ക്ക് ഒരു കേടുമില്ല, ഇല്ലെങ്കിൽ നമ്മളിനിപ്പോൾ എത്ര കേമന്മാരുണ്ടായിട്ടൊരു കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഹനുമാൻ കൂടെ ഉണ്ട്. ഹനുമാൻ പറഞ്ഞു, കാരണവരെ ഞാൻ ഇവിടെ അടുത്തുണ്ട്. അവർ ഉണ്ണിയെ സന്തോഷമായി എന്നും പറഞ്ഞു, വലിയ സന്തോഷമായി എന്നും പറഞ്ഞ് നമസ്കരിച്ചു. അതായത് ഇവരുടെ ഈ മോഹാലസ്യം തീരാൻ, അതോടുകൂടി നാഗപാശബന്ധനം തീർക്കാനായിട്ട് ഗരുഡനെ വരുത്തി. ഗരുഡൻ വന്നതോടു കൂടിയിട്ട് എന്തുണ്ടായത്? തതോ മുഹൂർത്താൽ ഗരുഡം വൈനതേയം മഹാബലം, വിനതയുടെ പുത്രൻ മഹാബലനായ ഗരുഡൻ വന്നപ്പോൾ നാഗപാശബന്ധനം തീർന്ന് എല്ലാവരും ഉണർന്നു എന്നാ പറയുക. അതോടെ എന്ത് തീർന്നു? വിഷമം തീർന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഗരുഡൻ ഭഗവാൻ ശ്രീരാമൻ്റെ അടുത്ത് ചെന്നു. ഗരുഡൻ എന്ന് പറയുകയും ചെയ്തു, സഖേ രാഘവ ധർമ്മജ്ഞ രിപൂണാമപി വത്സല. ഈ ഒരു വാചകം ശ്രദ്ധിച്ചോളൂ. രാമനെ കുറിച്ചിട്ട് ഈ ഗരുഡൻ പറഞ്ഞതാണ്, ശത്രുക്കളോട് പോലും വാത്സല്യം കാണിക്കണോനാണ് അങ്ങ്. അതുകൊണ്ട് നമുക്കിനി കാണാം. എവിടെ കാണാം? യുദ്ധത്തിൽ വേണ്ട മാതിരി അങ്ങ് ജയിച്ചു വന്നതിൻ്റെ ശേഷം കാണാം എന്നും പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായി ചോദിച്ചാൽ, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എന്താണെന്നാണെങ്കിൽ നമ്മുടെ ഈ നീലൻ എന്ന് പറയും, അഗ്നിപുത്രൻ നീലൻ രാവണനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് രാവണൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. അപ്പോൾ ഈ ലക്ഷ്മണനോട് കൂടിയിട്ട് രാവണൻ യുദ്ധം ചെയ്തും കൊണ്ടിരിക്കുമ്പോൾ നീലൻ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ രാവണൻ്റെ തലയിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് 10 കിരീടങ്ങളും തട്ടിയിട്ട് തെറിപ്പിച്ചു. നെഞ്ചത്തൊരു ചവിട്ടും കൊടുത്തു. ആര്? ഈ നീലൻ്റെ എവിടേക്കാ ഈ സാധനം? എത്ര ശല്യമുള്ളൂ, ചെറിയ വാനരനല്ലേ, അത് എവിടേക്കാ പോയെന്നറിയാതെ ഈ പുളിയൂർപ്പ് കുപ്പായത്ത് കയറിയ മാതിരി എവിടേക്കാ എന്താ നിശ്ചലൻ്റെ ആരെന്ത് ചെയ്തു? രാവണൻ നോക്കി വന്നപ്പോഴേക്ക് നമ്മുടെ നീലൻ ചാടി അവിടെ എത്തി, സുഗ്രീവൻ്റെ അടുത്തെത്തി. പറഞ്ഞു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. എന്താ കാരണം? ഓരോരുത്തരിങ്ങനെ അവനവനെ കൊണ്ടാവുന്നത് ചെയ്യണ്ടേ. എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി നീലൻ്റെ കഥ. ഗംഭീരമായിട്ട് യുദ്ധം മുമ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. രാവണനാണെങ്കിൽ ഓരോന്നായിട്ട് പരിക്കും ഈ വിധത്തിൽ അപമാനങ്ങളൊക്കെ ഉണ്ടാവണ്ട. എങ്കിലും ഇവിടെ എന്തേ ഉണ്ടാവേണ്ടത്? അപ്പോൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ യുദ്ധത്തിൽ വളരെ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് പറയുക, യുദ്ധത്തിന് പോകുമ്പോൾ വേണ്ടത് എങ്ങനെയാണെന്നാണെങ്കിൽ തസ്യ ഛിദ്രാണി മാർഗസ്വ സ്വച്ഛിദ്രാണിച്ച ഗോപയ. ശത്രുവിൻ്റെ പഴുത് നമ്മൾ നോക്കണം, അവനവൻ്റെ പഴുത് പുറത്തേക്ക് കാണിക്കരുത്. എന്താ കാരണം? നമ്മുടെ പോരായ നമ്മൾ പുറത്തേക്ക് കാണിക്കരുത്. ശത്രുവിൻ്റെ പോരായ നോക്കിയിട്ട് അതേ തട്ടിക്കയറി ഉള്ളിലേക്ക് കയറും വേണം. ഇതാണ് വേണ്ടത്. എങ്ങനെ? ചക്ഷുഷ ധനുഷ യജ്ഞ. നമുക്ക് ചക്ഷുഷ കണ്ണുകൊണ്ടും വില്ലുകൊണ്ടും യജ്ഞിച്ച് എന്ത് ചെയ്യണം? ഉത്സാഹിച്ച് മുമ്പിലേക്ക് കയറണം എന്നും പറഞ്ഞു. അങ്ങനെയാണ് അവർ യുദ്ധം ഗംഭീരമായിട്ട് മുമ്പിലേക്ക് കയറി പുറപ്പെട്ടു. ഈ യുദ്ധം ഇങ്ങനെ കലശലായിട്ട് നടക്കുന്ന സമയത്ത് യുദ്ധത്തിലാണെങ്കിൽ ധാരാളം നാശങ്ങൾ, വാനരന്മാർ നശിക്കണു, അതുപോലെ തന്നെ രാക്ഷസന്മാർ നശിക്കുന്നുണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിക്കുന്ന സമയത്ത് അമ്പൊന്നും പറയണ്ട. ഇവരുടെ ഈ രാമൻ്റെയും രാവണൻ്റെയും യുദ്ധം കലശലായിട്ട് നടക്കുന്ന സമയത്ത് ലക്ഷ്മണനാണെങ്കിൽ ഗംഭീരമായിട്ട് ശത്രുക്കളൊക്കെ കൊന്നടക്കണ്ടേ. തംതോ സമുത്സൃജ്യ. രാവണനും ലക്ഷ്മണനും കൂടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മണനെ രക്ഷിക്കാൻ രാവണന്റെ ഇടയിലേക്ക് കയറുന്നു. ഇങ്ങനെ പരസ്പരം ആരോടാണ് നിശ്ചയില്ലാത്ത മട്ടിലുള്ള യുദ്ധമാണ്. ഇതിനെയാണ് എന്ത് പറയുക? സങ്കുല യുദ്ധം എന്നാ പറയുക. എന്താ പറയുക?
സങ്കുലയുദ്ധം എന്ന് പറഞ്ഞാൽ ആരാരോട് യുദ്ധം ചെയ്യണോ എന്ന് നിശ്ചയില്ലാത്ത മട്ടിൽ പരസ്പരം പരന്ന് നടന്ന് യുദ്ധം ചെയ്യണതിന് എന്ത് പറയുന്നത്? സങ്കുലയുദ്ധം. അങ്ങനെ സങ്കുലയുദ്ധം ആയിട്ടിരിക്കുന്ന സമയത്ത് രാവണനും രാമനും കൂടി കേമായ യുദ്ധം ഉണ്ടായത്. ഒടുക്ക രാമൻ പറഞ്ഞു, രാവണനോട് പറഞ്ഞു, രാവണ പൊയ്ക്കോളൂ, നിനക്ക് ക്ഷീണുണ്ട്, വയ്യായുണ്ട്, വയ്യ നിനക്കെന്നും പറഞ്ഞു. ആർക്ക്? പ്രയാഹി ജാനാമി രണാർദിതസ്ത്വം. യുദ്ധത്തിൽ വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്, പോയിട്ട് വിശ്രമിച്ചിട്ട് ആശ്വസ്യ നിര്യാഹി, ആശ്വസിച്ചിട്ട് ക്ഷീണമൊക്കെ തീർത്തിട്ട് നാളെ കാര്യം വന്നോളൂ, നാളെ കാണാമെന്നും പറഞ്ഞു. ആരെ പറഞ്ഞു? യേശു. അമ്പോ, അതാണ് രിപൂണാമപി വത്സരം. എനിക്കിപ്പോൾ ആ നേരത്തെ കൊന്ന 2 ദിവസം നേരത്തെ എവിടേക്ക് പോവാം? ഇപ്പം കൊന്നു കഴിഞ്ഞു വെച്ചാൽ 2 ദിവസം 4 ദിവസം നേരത്തെ രാമന് കൊട്ടാരത്തേക്ക് പോകുന്നത്. അത് കണക്കാക്കിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഗംഭീര യുദ്ധം. അപ്പോഴേക്ക് യുദ്ധത്തിലൊരു തരത്തിലും ഇപ്പം രാമൻ്റെ മുമ്പിൽ തോറ്റിട്ട് എന്നുവെച്ചാൽ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന തോറ്റിട്ടല്ലേ പോരുന്നത്. ഇപ്പം രാവണൻ എന്ത് ചെയ്തു വെച്ചാൽ കുംഭകർണനെ എഴുന്നേൽപ്പിക്കാം. ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൊരു വലിയൊരാൾ വേണം. കുംഭകർണനാണെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എണീക്കണ സമയമൊന്നുമല്ല. എന്ത് ചെയ്യും? കുംഭകർണനെ എഴുന്നേൽപ്പിക്കാനായിട്ട് അവിടെ ചെന്നു. പലതരത്തിലും പല വിധത്തിലും ഒന്നും നോക്കിയിട്ടൊരു കഥയുണ്ടായില്ല. അപ്പോൾ ഈ രാമൻ്റെ മുമ്പിൽ നിന്ന് തോറ്റു പോന്നപ്പം രാവണനൊരു ചിന്തയുണ്ടായി. രാവണൻ ഇങ്ങനെ ചിന്തിച്ചു. രാവണൻ ചിന്തിച്ച എന്താണെന്നറിയോ? ഉമാ നന്ദീശ്വരശ്ചാപി രംഭ വരുണകന്യക യഥോക്തം തപസാ പ്രാപ്തം ന മിഥ്യ ഋഷി ഭാഷിതം. ഇവർ പറഞ്ഞതൊന്നും തെറ്റാൻ വഴിയില്ല. ആര് പറഞ്ഞത്? ഒന്ന് ഉമ പറഞ്ഞാൽ പാർവതിയുടെ ഒരു ശാപമുണ്ട്, പോരാ. നന്ദികേശ്വരൻ്റെ വകയൊരു ശാപം. നന്ദികേശ്വരൻ്റെ ശാപം എന്താ ചോദിച്ചാൽ, പണ്ട് ഈ നന്ദികേശ്വരൻ രാമനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ്. നമ്മുടെ ഈ രാവണൻ്റെ നല്ല ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന കാലത്ത് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനായിട്ട് യുദ്ധം ചെയ്ത് നടന്നു വരുന്ന സമയത്ത് ഒരു ദിവസം വടക്ക് കുബേരൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് കുബേരനെയൊക്കെ തോൽപ്പിച്ചിട്ട് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ കൈലാസത്തിൻ്റെ അടുത്തെത്തി. കൈലാസത്തിൻ്റെ ആ ഭാഗത്തിൽ കൂടെ വരുന്ന സമയത്ത് നന്ദികേശ്വരൻ ഒരു കുരങ്ങൻ്റെ വേഷത്തിൽ അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ രാവണൻ ഇങ്ങനെ അഹമ്മതി കാണിച്ച് പോണത് കണ്ടപ്പോൾ നന്ദികേശ്വരനെ കണ്ടപ്പോൾ എന്താടാ കുരങ്ങാന്ന് ചോദിച്ചു. ആരോട്? നന്ദികേശ്വരനോട്. നന്ദികേശ്വരന് ഇഷ്ടമായില്ല. അപ്പം നന്ദികേശ്വരൻ പറഞ്ഞു, വലിയ കേമത്തിലൊന്നും പറയണ്ട, ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ട്, അദ്ദേഹത്തെ കണ്ട് തൊഴുത് പോയിക്കോളത്ത്, എനിക്കതാവും നന്നാവുക എന്നും പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടമായില്ല. ഈ രാവണ ഏതാടാ പരമേശ്വരൻ, ആരാടാ പരമേശ്വരൻ, എൻ്റെ എത്ര വലിയ ആളാരുണ്ടെന്നൊക്കെ ചോദിച്ച് ധിക്കാരം പറഞ്ഞു. അത് ഇദ്ദേഹം നന്ദികേശ്വരൻ ലെവലേശം പിടിച്ചില്ല. ലെവലേശം പിടിക്കാണ്ട് നന്ദികേശ്വരൻ പറഞ്ഞു, നീ എന്നെ കുരങ്ങാന്നല്ലേ വിളിച്ചത്, അതുകൊണ്ട് കുരങ്ങന്മാർ കാരണം നീ നിൻ്റെ വംശം നശിക്കുന്നവർ ശപിച്ചു. അങ്ങനെ ഇനി കുരങ്ങ സമ്പാദ്യം ഉണ്ടായത് ആർക്ക്? നന്ദികേശ്വരൻ്റെ ശാപം അതാണ്. അങ്ങനെ ഓരോ ശാപം ഉണ്ട്. എന്തൊക്കെ എഴുതി വെച്ചാൽ പന്ന ദിവസം 200 പേജിൻ്റെ കുറവ് വേണ്ടി വരും. പിന്നെ രംഭ ശപിച്ചതുകൊണ്ട്. രംഭ ആരാന്നറിയോ? ഈ രാവണൻ്റെ ഏട്ടനാണ് കുബേരൻ. കുബേരൻ്റെ മകനാണ് നളകൂബരൻ്റെ ഭാര്യയാണ് രംഭ. അതായത് ഏട്ടൻ്റെ മകൻ്റെ ഭാര്യ ചർത്ത അവനവൻ്റെ മരുമകൾ തന്നെ. ഏട്ടൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മകൻ തന്നെ. ഏട്ടൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ്റെ മക്കളെ പോലെയല്ലേ. അപ്പോൾ അവിടുത്തെ മരുമകൾ നമ്മുടെ മരുമകൾ നല്ലേ കൂട്ടുക. അങ്ങനെ ഈ രംഭ ഇതൊക്കെ പിന്നീട് ഉത്തരകാണ്ഡത്ത് പറയുന്നതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞതുകൊണ്ടൊന്ന് പറയാം, നമ്മളില്ലെങ്കിൽ ഒരു വിവരം ഇല്ലാണ്ടാവില്ലേ. രംഭ ഒരു ദിവസം ഇങ്ങനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നളഗോപരൻ്റെ കുടുംബത്തേക്ക് പോണ സമയത്ത് ഈ മലയത്തിൽ കൂടി പോകുമ്പം രാവണനെ ഇടവഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ രാവണൻ എന്താ ചെയ്തു? രംഭയെ കണ്ടപ്പോൾ കൈക്ക് കയറി പിടിച്ചു. അപ്പോൾ രംഭ പറഞ്ഞു, അയ്യോ വലിയ ചെറിയ എന്താ അപ്പോൾ രാവണൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെയുള്ള അമ്മ പെങ്ങന്മാരൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇതാണ് പതിവ്, ഈ പൂച്ചടയും നായുടെയും കാളയുടെയൊക്കെ മാതിരിയാണെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആ പാവം സാധു സ്ത്രീ രംഭയെ ആ കാട്ടിൽ വെച്ച് പാറയുടെ മുകളിൽ വെച്ച് ബലാത്കാരേണ ആര് പ്രാപിച്ചു? ഈ രാവണൻ. എന്നിട്ട് ഈ രാവണൻ ഈ വിധ അത്യാചാരം ചെയ്ത് രംഭ എവിടെ എത്തി? ഭർത്താവിൻ്റെ കുടുംബത്തെത്തി. ഈ വിഷമം കണ്ടപ്പോൾ നളഗോപുരം ചോദിച്ചു, അയ്യോ എന്താ കുട്ടിയെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതെങ്ങനെ എന്നെ ഈ രാവണൻ ഇങ്ങനെ ചെയ്തു എന്ന്. അന്ന് നളഗോപുരൻ്റെ, അതായത് രംഭയുടെ വക ശാപം, നിന്നെ കാമിക്കാത്ത ഒരു സ്ത്രീയെ നീ ഈ വിധത്തിൽ പ്രാപിക്കാൻ പുറപ്പെടുമ്പം നിന്റെ തല 100 പൊട്ടിത്തെറിക്കും. ഇത് പണ്ടൊരാളും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ പൊട്ടിത്തെറിയുടെ കാര്യം. പുഞ്ചികസ്ഥല, മനസ്സിലായില്ലേ? ഇപ്പൊ പുഞ്ചികസ്ഥല, രംഭ, ഉമ, നന്ദികേശ്വരൻ, അപ്പോൾ ഒന്നും പറഞ്ഞു വരുണകന്യക, ഇവരൊക്കെ ഇതൊക്കെ വലിയ എന്താ പറയുക VIPs ആയതുകൊണ്ട് അവരൊക്കെ ലിസ്റ്റിൽ പറഞ്ഞു. സാധുക്കൾ വേറെയുണ്ട്, പേരെടുത്ത് പറയാൻ പാവപ്പെട്ട പെണ്ണുങ്ങളില്ലേ. ഇതൊക്കെ വലിയ വലിയ സ്ത്രീകളും വലിയ വലിയ നിലയിലുള്ളവരായതുകൊണ്ടല്ലേ പേരെടുത്ത് പറയുന്നത്. അല്ലാതെ സാധു കുടുംബത്തും ഉണ്ടാവൂല അന്തസ്സുള്ള പെൺകുട്ടികൾ. അവരെയൊന്നും ഇപ്പോൾ പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടല്ലേ ഇവിടെ പറയാ. പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു കെട്ട് പൊട്ടിയ കാളയുടെ സമ്പ്രദായമായിരുന്നു ആരുടേത്? ഈ
ഈ രാവണൻ്റെ മട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ രാവണൻ ആ ചിന്തിക്കണേ, ഇവരൊക്കെ തപസ്സുകൊണ്ട് പറഞ്ഞതൊന്നും തെറ്റാൻ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു പരിഭ്രമം. ആ പരിഭ്രമം വന്നപ്പോഴാണ് കുംഭകർണനെ ഉണർത്തുക എന്ന് തോന്നിയതും കുംഭകർണനെ ഉണർത്താൻ ചെന്നു. കുംഭകർണനെ ഉണർത്താൻ ചെന്ന് എന്ത് കാര്യമുണ്ട്? കുംഭകർണനാണെങ്കിൽ ഉറങ്ങുന്ന ഒരു ഭൂമിക്കടിയിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണെങ്കിലോ ഉണർത്താനായിട്ട് ആനയും കുതിരയൊക്കെ ആയിട്ട് ചെന്ന് നോക്കിയിട്ടൊന്നും ആകുമ്പോൾ ഒന്നും പറയേണ്ട. നമ്മൾ ഇടുക്കിയിലെ മറ്റേ വലിയ ജനറേറ്റർ വെച്ച മുറിയില്ലേ, പോയിട്ടില്ലല്ലേ? പോണ്ട, അത് വലിയ ജനറേറ്റർ ആയതുകൊണ്ട് ഇവൻ കിടക്കുന്ന മുറിയുടെ വാതിൽ ജനറേറ്ററിൻ്റെ മറ്റേതുപോലെ ഇങ്ങനെ ശ്വാസം പോണത് ശക്തിക്ക് അത്രയ്ക്ക് ശ്വാസം തന്നെയുണ്ട്. ഇവനെ ഉണർത്താൻ എന്ത് ചെയ്തിട്ടും എത്ര വിളിച്ചിട്ടും കുലുക്കിയിട്ടും ഒന്നും അനങ്ങണില്ലേ. ഒടുക്കം എൻ്റെ മുമ്പിൽ നിന്നിട്ട് പഞ്ചവാദ്യം കൊട്ടിയൊരു വൈകുന്നേരമാകുമ്പോൾ കൂലി വാങ്ങി പോയി എന്നല്ലാതെ എന്തുണ്ടായില്ല. ഇവനെ ഉണർന്നില്ല. പിന്നെ കതീനയുടെ കുറ്റി പൊട്ടിച്ചു നോക്കി, അവിടെ ഒരു പുകയും പൊടിയും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും പോയി എന്നല്ലാതെ ഇവനൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പുകയും പൊടിയും വന്നത് കാരണം കൊതുവും പ്രാണിയൊക്കെ പോയി കിട്ടി. സുഖമായിട്ട് ആരുറങ്ങി? കുംഭകർണൻ ഉറങ്ങി. എന്ത് ചെയ്തു? ഒടുക്കം ഈ ആനോളെ കുറെ 10-25 ആനോളെ എൻ്റെ നെഞ്ചത്തെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. അതോടെ ചൊറിച്ചിലൊക്കെ മാറി കിട്ടി. എന്തിൻ്റെയും ഈ പ്രാണി കടിച്ചതിൻ്റെ ഒരു തരത്തിലാരോ ഉണരുന്നില്ല. പിന്നെ വലിയ വലിയ ചെപ്പോടത്തിൽ പണിക്കാർ വെള്ളം കൊണ്ടുവന്നിട്ട് പിന്നെ മൂക്കിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് നോക്കി. എന്തുണ്ടാവാനാണ്? മൂക്കെന്ന് അറിയണമെങ്കിൽ ഇനിയും വലിയ 12 HP ഒക്കെ വെച്ച് അടിച്ചാലേ എന്തെന്നറിയുള്ളൂ, അല്ലാതെ എന്നറിയില്ല. ഒരു കഥയില്ല, ഒരു മാറ്റം. ഇനി എന്ത് ചെയ്താലും അവനെ ഉണരുക. ഒടുക്കം വലിയ വലിയ കൊമ്പനാനോളെ കൊണ്ടുവന്ന് എൻ്റെ മൂക്കിൻ്റെ രോമത്തമ്മിൽ കയറിട്ട് കെട്ടിയിട്ട് വലിപ്പിച്ചു. അതിലൊരു രോമം അടർന്ന് വന്നപ്പോൾ വന്നങ്ങോട്ട് തുമ്മി. അതിലൊരു 2000 രാക്ഷസന്മാർ പറന്ന് ഏതോ നാട്ടിലെത്തി. അവർ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് അവിടെ എത്തിയത്, ഇവിടേക്ക് എത്തിയത്. അങ്ങനെയാണ് ആരോ ഉണർന്നത്? കുംഭകർണൻ ഉണർന്ന വിഷമാണ്. അപ്പോഴേക്ക് അവർ 10-25 ചെപ്പോടത്തിൽ ചോരയും മദ്യയും മാംസമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊക്കെ തിന്ന് ഏതാണ്ട് കുൽക്കൊഴിഞ്ഞ് തുപ്പണോ വേണ്ടതെന്ന് സംശയിക്കുമ്പോഴാണ് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. അങ്ങനെ ഈ കുംഭകർണൻ രാവണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നടന്നു. നടക്കുന്ന സമയത്ത് ഈ വാനരന്മാരെ പിടിച്ചിങ്ങനെ തിന്നുണ്ട്. നമ്മൾ ഈ കടലിൻ്റെ പക്കത്തെ കപ്പലണ്ടി മിണുങ്ങി നടക്കില്ലേ, അതേ ജാതി. ഇവനാച്ച വായലേക്ക് ഇങ്ങനെ വാനരന്മാരെ വാരിക്കോരിടണു. ഈ വാനരന്മാരാച്ച മൂക്കിക്കൂടിയും ചവിട്ടിക്കൂടിയും പുറത്തേക്ക് പോകണം. ഇതൊന്നും ഇവനെ അറിയണില്ല. തിരക്കിൻ്റെ ഇടയ്ക്ക് വായിൽ കൂടി പോകുന്നുണ്ട്, പക്ഷെ ഒന്നും ഉള്ളിക്ക് ചെല്ലുന്നു. അതൊക്കെ മറ്റേ ഒട്ടയിൽ കൂടി മറ്റോളെ കുറഞ്ഞന്മാർ കണ്ട പഴുതി കൂടി പുറത്തേക്ക് ചാടി പോരുകയാണ്. അങ്ങനെ ഒരു ഭീകര സ്വരൂപനാണ് ആര്? ഈ കുംഭകർണൻ ഉണർന്നു വന്ന സമയത്ത് കുംഭകർണനോടോ പറഞ്ഞു, കുംഭകർണ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുംഭകർണൻ അന്ന് പറഞ്ഞ വർത്തമാനം ഒന്നും കൂടി പറഞ്ഞു. എന്തത്? ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്യണം, അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. ഇത് ശരിയല്ല, ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു. ഏത്? സീതയെ കൊണ്ടുവരുമ്പം മീറ്റിങ്ങിന്. അപ്പോൾ പറഞ്ഞു, നീ വലിയ വർത്തമാനം ഒന്നും പറയേണ്ട, ബുദ്ധിമുട്ടി ഉണർത്തി തന്നെ പഠിപ്പിക്കാനല്ല, വല്ല പണിയും ചെയ്യാൻ പറ്റുമോ ചെയ്തോളാൻ പറഞ്ഞു. ആരോട്? കുംഭകർണൻ അങ്ങനെ ആയിക്കോട്ടെ. അവർ കുംഭകർണൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങും ചെയ്തു. പിന്നെ കുംഭകർണനായിട്ടുള്ള യുദ്ധം ഉണ്ടായത് മഹാഗേമായ യുദ്ധം. അങ്ങനെ കുംഭകർണനെ വിളിച്ച് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ കലശമായിട്ട് ഈ കുംഭകർണൻ വന്ന സമയത്ത് എന്താ വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുണ്ടായി. കാലിൻ്റെ അടിയിൽ പെട്ടാലും ചാവും, കയ്യിൻ്റെ ഇടയിൽ പെട്ടാലും ചാവും, വായയിൽ പെട്ടാലും ചാവും, കയ്യിൽ പെട്ടാലും ചാവും. എങ്ങനെ വെച്ചാൽ അത് ഈ സ്വരൂപമാണ്. വലിയ റോഡമർത്തണം, വിഷയം പോകണ മാതിരി ആര് പോണത് തന്നെ. ഈ ഭീകര സ്വരൂപനെ അവിടുന്ന് ജ്യേഷ്ഠൻ്റെ വാക്കനുസരിച്ച് താൻ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചു വെച്ചാലും അധർമ്മത്തിൻ്റെ പക്ഷം തന്നെ ചേർന്ന് നിന്നു. ആരൻ? വിഭീഷണൻ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചു വെച്ചാലും എന്ത് ചെയ്തില്ല, അതിന് ചേർന്ന് നിൽക്കാതെ പോയി. ഇവൻ ചേർന്ന് നിന്നു. അങ്ങനെ ആ യുദ്ധം കലശലായി. അതിൽ കുംഭകർണൻ്റെ പുറപ്പാട്. കുംഭകർണനായിട്ടുള്ള യുദ്ധത്തിൽ രാമനാണ് കുംഭകർണനെ വധിച്ചത്. കുംഭകർണവധം കഴിഞ്ഞു. വീണ്ടും ഗംഭീരമായിട്ട് യുദ്ധം ഉണ്ടായി. ആ കുംഭകർണവധം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ കുംഭകർണൻ്റെ യുദ്ധം കുറച്ച് ദീർഘമായിട്ടുണ്ടായി. എന്താ വെച്ചാൽ വലിയൊരു ശക്തനാണല്ലോ. ഈ രാവണൻ്റെ പക്ഷത്ത് അത്യന്തം ശക്തനായ ഒരു പോരാളിയും കൂടിയാണ് ആര്? കുംഭകർണൻ. പക്ഷെ ആ കുംഭകർണനെയും രാമൻ വധിച്ചു. വളരെ വിശേഷമായിട്ട് യുദ്ധത്തിൽ അദ്ദേഹത്തെ കൊന്നു. കുതിച്ച് ചാടി അസ്ത്രം കൊണ്ട് കൊന്നു. കുംഭകർണൻ വീണ് മരിച്ചു. കുംഭകർണൻ വീണ് മരിച്ചപ്പം ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. എന്താ കാരണം ചോദിച്ചാൽ ഈ ദേവന്മാർ കയ്യിൽ നിന്ന് വരം വാങ്ങിയിട്ട്, ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയിട്ട് വലിയ ഭീകര സ്വരൂപനായിട്ട് ലോകത്തിന് നാശം ചെയ്തു വന്നവനാണ് ആര്? ഈ കുംഭകർണന്. അപ്പം അവൻ ഇതിൽ മരിച്ചുല്ലോ എന്ന് ആലോചിച്ചപ്പം ഒരു സന്തോഷം തോന്നി. ആ കുംഭകർണൻ മരിച്ചതിന് ശേഷം വലിയ രാക്ഷസന്മാർ കുറേ പേരുണ്ടായിരുന്നു. ധൂമ്രാക്ഷനെ വധിച്ചു. അതുപോലെ വജ്രദംഷ്ട്രൻ, ധൂമ്രാക്ഷനെ ഹനുമാനാണ് കൊന്നത്. വജ്രദംഷ്ട്രനെ അംഗദൻ കൊന്നു. അകമ്പനൻ എന്ന് പറഞ്ഞൊരുത്തുണ്ടെന്ന്. അകമ്പനെ ഹനുമാൻ ഒരു മരം കൊണ്ടാണ് തല്ലി കൊന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ പ്രഹസ്തനെ നീലൻ
പാറ കൊണ്ട് എറിഞ്ഞു കൊല്ലുണ്ടായത്. അങ്ങനെ ഓരോരുത്തർ ഇതൊന്നും വിസ്തരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലൊക്കെ ഓരോ വിധത്തിൽ ചത്ത് തീർന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ രാക്ഷസന്മാരെ ഇതിൽ വലിയ വലിയ യോഗ്യന്മാരായവരൊക്കെ മരിച്ച സമയത്ത് യുദ്ധം ഇനിയിപ്പോൾ എങ്ങടാ പോവുക എന്നൊന്നും അറിയില്ല. ആ സമയത്താണ് കുംഭൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വിഭീഷണൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഈ കുംഭകർണൻ്റെ മക്കൾ. അവരും എന്ത് ചെയ്തു, ഓരോരുത്തരെ ആയിട്ട് കൊന്നു. അപ്പം അവസാനമായിട്ടാണ് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇന്ദ്രജിത്ത് എന്താ ചെയ്തു വെച്ചാൽ, ഈ കുംഭനെ കൊന്നത് സുഗ്രീവനാണ്. കുംഭൻ എന്ന് പറഞ്ഞ അസുരൻ രാക്ഷസനെ കൊന്നതേ അത് നികുംഭൻ ഉണ്ടായിരുന്നു. നികുംഭനെ ഹനുമാൻ കൊന്നു. പിന്നെ ഒരു മകരാക്ഷനെ രാമൻ തന്നെ നേരിട്ടും കൊന്നു. ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ദ്രജിത്ത് മായായുദ്ധത്തിന് പുറപ്പെട്ടു. ഈ മായായുദ്ധം എന്ന് പറഞ്ഞ രാക്ഷസന്മാരുടെ ഒരു പ്രധാന വിഭാഗമാണത്. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വന്ന സമയത്ത് ഇന്ദ്രജിത്തിൻ്റെ മായ ഉണ്ട്. ശരിയായ ഇന്ദ്രജിത്ത് ഏതാണ്, മായാ ഇന്ദ്രജിത്ത് ഏതാണെന്ന് ആർക്കും മനസ്സിലാവാണ്ടേ. അതുകൊണ്ട് ആ യുദ്ധം കലശലായിട്ടിരുന്നു. ആ സമയത്താണ് രാമൻ്റെ ശക്തി ഒന്ന് കെടുത്താനായിട്ട് ഇന്ദ്രജിത്ത് ഈ മായാസീതയെ കൊണ്ടുവന്ന് രാമൻ്റെ മുമ്പിൽ നിന്ന് വെട്ടി അങ്ങോട്ട് കൊന്നു. വെട്ടിക്കൊന്ന സമയത്ത് രാമൻ വല്ലാതെ വിഷമിച്ചോർത്ത് നിലവിളിച്ചു, സീതയെ 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 എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നിലവിളിച്ച്. അപ്പം നിലവിളിച്ച സമയത്ത് ഈ സീതാദേവിയെ വെട്ടിക്കൊന്നിട്ട് നികുംഭിലയിൽ പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റി തിരിയൂല. അപ്പോൾ തനിക്കൊരു ഒഴിവ് പഴുതും കിട്ടും. അപ്പം നികുംഭിലയിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഹോമം തുടങ്ങാം. ഈ ഹോമം പൂർത്തിയായാൽ എന്തുണ്ടാവും, ശത്രുവിനെ കൊല്ലാനുള്ള ഒരു തേര് വരും. ആ തേര് കയറിയിരുന്ന ആർക്കും ജയിക്കാൻ പറ്റില്ല. ആരെ, ഈ ഇന്ദ്രജിത്തിന്. അങ്ങനെ ഒരു വരണ്ട് ഇവനെന്ത് ചെയ്തു വെച്ചാൽ, സീതാദേവിയെ സീതയെ വെട്ടിയിട്ട സമയത്ത് പറയും ചെയ്തു, രാമൻ കരഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിച്ചു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാമൻ വിഷമിക്കണമെന്ന് മാത്രമല്ല, ഹനുമാൻ അടക്കമുള്ള വാനരന്മാരും വിഷമിച്ചു. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തിനു പുറപ്പെട്ടത്, ഈ സന്നാഹങ്ങളൊക്കെ ഒരുക്കി കൂട്ടിയത്. എന്നിട്ട് ആ സീതയെ ഇപ്പം വെട്ടിക്കൊന്നു എന്ന് കണ്ടാൽ നമ്മൾ എന്തിനീ യുദ്ധം ചെയ്യണമെന്നൊരു ഒരു മനസ്സ് ഇടിഞ്ഞു ഈ വാനരന്മാരുടെ. അതുതന്നെയാണ് ആരും ഉദ്ദേശിച്ചതും, ഇന്ദ്രജിത്ത് ഉദ്ദേശിച്ചതും. അപ്പോഴാണ് ഈ ഇന്ദ്രജിത്ത് ഈ വിധം മായ കാണിച്ച സമയത്ത് വാനരന്മാരടക്കം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഒന്നും പറയേണ്ട, വിഭീഷണനാണ് എന്ത് ചെയ്തത് പറഞ്ഞത്, എന്തിനാ നിങ്ങളിങ്ങനെ അന്തല്യായ കണ്ടിട്ട് വിഷമിക്കണത്. വിഭീഷണനെ പറ്റിയുള്ള മായ വേഗം മനസ്സിലാവൂലോ. ഇതൊന്നും കയ്യണ കൊട്ടിച്ചിരിച്ചോ വിഭീഷണൻ. കൈ കൊട്ടിച്ചിരിച്ചിട്ടാ പറഞ്ഞത്, അയ്യോ കവികളോ അല്ലേ, എന്താ ഈ കൊരങ്ങന്മാർക്ക് എന്താ മനസ്സിലായത്, ഇതിപ്പോൾ എൻ്റെ മായയല്ലേ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തു, ലക്ഷ്മണ പുറപ്പെട്ടോളൂ വേഗം. എന്താ കാരണം, നികുംഭില എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇവൻ എന്ത് ചെയ്യും, യാഗം തുടങ്ങിയാൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പം അതിൻ്റെ മുമ്പ് ഇവൻ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിരുത്തണം. വിഭീഷണൻ പറഞ്ഞു കൊടുത്ത വഴി കൂടെ ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഗംഭീര യുദ്ധം ഉണ്ടായത്. ഇന്ദ്രജിത്തും ഈ വിഭീഷണനും കൂടി അതിൻ്റെ ഇടയ്ക്കൊരു വർത്തമാനം ഉണ്ടായി യുദ്ധത്തിൽ. എന്താ കാരണം, ഇന്ദ്രജിത്ത് വിഭീഷണനെ യുദ്ധത്തിൽ തൻ്റെ എതിർപക്ഷത്ത് കണ്ടപ്പം കുറച്ചങ്ങോട്ട് ചീത്ത വിളിച്ചു. എന്താ കാരണം, നമ്മുടെ ജാതിയിൽ പെട്ടതാണല്ലോ മറ്റേ ജാതിയിൽ നിൽക്കണത്. അങ്ങനെ കുറേ തർക്കമൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മോശമായ വർത്തമാനമൊക്കെ പറഞ്ഞു. അതിലെന്താ ഉണ്ടായെന്നാണെങ്കിൽ, ഈ ഇദ്ദേഹത്തിന് ഇന്ദ്രജിത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അതിന് വേണ്ട മറുപടി ആര് കൊടുത്തു, വിഭീഷണനും മറുപടി കൊടുത്തു. അവരുടെ ഈ സംവാദം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ വലിയൊരു നല്ല മട്ടിലാണ് ആര് വർത്തമാനം പറഞ്ഞത്, വിഭീഷണൻ കേമായിട്ട് തൻ്റെ പുത്രൻ്റെ മാതിരിയുള്ള ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിൽ വന്ന് വലിയ നാട്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വർത്തമാനം എത്രയേ ഉള്ളൂ, ഹേ ഇന്ദ്രജിത്തെ, നിന്നെ പോലെ വിവരമില്ലാത്തവരും പിന്നെ കുറേ മന്ത്രിമാർ വിവരമില്ലാത്തവരും കൂടിയിട്ട് നിൻ്റെ അച്ഛൻ രാവണനെ എന്ത് ചെയ്യണു, കൊല്ലിക്കാനായിട്ട് പുറപ്പെടണു. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ല, നിനക്കാണ്. നല്ല വേണം വെച്ചാൽ നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല മട്ടിൽ ധർമ്മത്തിൻ്റെ വഴി കൂടി സഞ്ചരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ യുദ്ധത്തിൽ അതൊക്കെ പറഞ്ഞു വെച്ചാലും ധർമ്മ വഴി കൂടി ഇന്ന് രാക്ഷസന്മാർ പുറപ്പെട്ടില്ല. ഈ രാക്ഷസന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർ ഒരു തമോ ഗുണത്തിൻ്റെ പ്രതീകക്കാരാണ്. അവർക്കൊന്നും ഈ സാത്വികമായ നന്മയുടെ അംശമൊന്നും ഹൃദയത്തേക്ക് കയറില്ല. അതുകൊണ്ടാണ് ഈ പരസ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴും ഇത്തരത്തിൽ അധർമ്മമായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഒന്നും. ഇപ്പം നമ്മൾ രാവണൻ്റെ നാട്ടിൽ വന്നപ്പോൾ മദ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ വർത്തമാനം, പിന്നെ അതുപോലെ ഈ പരസ്ത്രീകളെ ഉപദ്രവിക്കണതിൻ്റെ വർത്തമാനങ്ങൾ, ഇത്തരം അധർമ്മ പ്രവൃത്തികളൊക്കെ ധാരാളം പറഞ്ഞില്ലേ. അയോധ്യയെ വർണ്ണിച്ചപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വർത്തമാനം അവിടെ എവിടെയെങ്കിലും പറയുന്നത് കേട്ടുമോ? എന്താ കാരണം, അതായത് രണ്ട് സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതേ. ഈ രാവണനും വലിയ വേദവും ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സമ്പ്രദായം ഈ ജാതി ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായത്. ഒടുക്കം ഇന്ദ്രജിത്തും
ഈ ലക്ഷ്മണനും കൂടി കലശിൽ കൂട്ടി യുദ്ധമൊക്കെ ഉണ്ടായി. ആ മഹായുദ്ധം വളരെ ഘോരമായിട്ട് ദേവന്മാർ വരെ എന്ത് ചെയ്തു, അതിൽ ഈ ലക്ഷ്മണൻ്റെ കവചവും വില്ലും ഒക്കെ ഇന്ദ്രജിത്ത് മുറിക്കലൊക്കെ ഉണ്ടായി. അങ്ങനെ ഇന്ദ്രജിത്ത് ആയിട്ടുള്ള കലശലായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ദ്രജിത്തിൻ്റെ തേരാര് മുറിച്ചു? ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞു. തേര് മുറിച്ചു കളഞ്ഞപ്പം ലക്ഷ്മണൻ്റെ പ്രഭാവം കണ്ടിട്ട് ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു? ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വീണ്ടും തേരിൽ പുറപ്പെട്ടു. ആ തേരിൻ്റെ കൊടിമരം ആര് മുറിച്ചു? ലക്ഷ്മണൻ മുറിച്ച്. ഈ കൊടിമരം മുറിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അപമാനം കൂടിയാണ്. കാരണം എന്താ ചോദിച്ചാൽ അതൊരു അഭിമാന പ്രതീകമല്ലേ. അതും പോയി. അവിടെ നിന്ന് അവർ അസ്ത്രം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറപ്പെട്ട സമയത്താണ് എല്ലാവരും ഈ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രം അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് പ്രയോഗിച്ച ഈ ബ്രഹ്മാസ്ത്രമായയിൽ എല്ലാവരും എന്തായിട്ട് തീർന്നു? കഷ്ടത്തിലായിട്ട് മോഹാലസ്യത്തിൽ പെട്ട് വീണു. ഈ മഹാമായ പെട്ട എല്ലാവരും യുദ്ധത്തിന് ഇനി ഒന്നുമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായപ്പോഴാണ് സുഷേണൻ എന്നു പേരായ, അതായത് നമ്മുടെ സുഗ്രീവൻ്റെ ഭാര്യ രൂമയുടെ അച്ഛൻ ആണ് ഈ സുഷേണൻ. സുഷേണൻ മഹാവിദ്വാനായ വൈദ്യനാണ്. ഈ വൈദ്യനായ സുഷേണനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ഇപ്പം നിവൃത്തി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മരുന്നുണ്ട്, ആ മരുന്ന് കൊണ്ടുവന്നാൽ എന്തുണ്ടാവും? നേരെയാവും. എന്താ മരുന്ന്? അതായത് ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, പിന്നെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ ചില മരുന്നൊക്കെ ഉണ്ട്. ആ മരുന്ന് കൊണ്ടുവരണം, എന്നാൽ നേരെയാവും. അത് പിഴിഞ്ഞ് നസ്യം ചെയ്യുക, മൂക്കിൽ വീഴ്ത്തിയാൽ നേരെയാവും എന്ന് പറഞ്ഞുകൊണ്ട് വിശല്യക്രിയതാം ക്ഷിപ്രം സൗമിത്രേ സവിഭീഷണ, അങ്ങനെ ചെയ്യൂ എന്നും പറഞ്ഞിട്ട് ആ മരുന്ന് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഹനുമാൻ ചെന്നു മരുന്ന് കൊണ്ടുവന്നു. ഈ മരുന്നൊക്കെ മൂക്കിൽ വീഴ്ത്തിയിട്ട് ഇവരെന്ത് ചെയ്തു? അതാണ് ഈ ഓഷധി പർവ്വതത്തിൽ പോയിട്ട് ഹനുമാൻ്റെ ഈ സുഷേണനാണ് ആ മരുന്ന് കൊണ്ടുവരാനുള്ള വിദ്യ പറഞ്ഞതും. അപ്പോൾ എന്തുണ്ടായി കാരണം ചോദിച്ചാൽ, ഈ മരുന്ന് കൊണ്ടുവന്നപ്പോഴേക്ക് തന്നെ അതിൽ മൃതസഞ്ജീവനിയൊക്കെ ഉണ്ടല്ലോ. അന്നപ്പം എന്തുണ്ടായി എന്നാണെങ്കിൽ ചത്തുപോയ വാനരന്മാർ യുദ്ധത്തിൽ മരിച്ചു പോയവർ കുറേ പേരുണ്ടായിരുന്നു. ഇവരൊക്കെ ചത്തുപോയവർ അവിടെ ഇവിടെയൊക്കെ കിടക്കണ്ടല്ലോ. ഈ വാനരന്മാർ മരിച്ചു പോയവരൊക്കെ എന്ത് ചെയ്തു? ഇതിൻ്റെ പുറപ്പാടുണ്ടായപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. പക്ഷെ രാക്ഷസന്മാർ എഴുന്നേറ്റില്ല. എന്താ കാരണം എന്നറിയോ? ചത്തുപോകുന്ന രാക്ഷസന്മാരെ ഓരോരുത്തരെയും ചാവുമ്പം എന്ത് ചെയ്യും? കൊണ്ടുപോയി കടലിൽ കല്ല് കെട്ടി താഴ്ത്തും. അതുകൊണ്ട് അവരാരും ജീവിച്ചില്ല. ഇവിടെ കെട്ടി താഴ്ത്താത്തതുകൊണ്ട് അവരൊക്കെ എന്താണ്ടായി? കരയിൽ കിടക്കണവരൊക്കെ ജീവിച്ച് പുറപ്പെടും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അവസാനം ഇനിയൊരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോഴാണ് എന്തേണ്ടായത്? നോക്കൂ, ഒന്നും പറയണ്ട, ഈ ഇന്ദ്രജിത്ത് തന്നെ യുദ്ധത്തിൽ വീണ് മരിക്കുകയായി എന്നൊരു ഘട്ടം വന്നപ്പം രാവണനൊരു നിവൃത്തിയില്ലേണ്ടേ. രാവണൻ എന്തേ ചെയ്തു വെച്ചാൽ രാവണൻ ഉറക്കെ നിലവിളിച്ചു. രാക്ഷസിമാരൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയെന്നറിയോ? രാക്ഷസിമാർക്കൊക്കെ നമ്മൾ വംശത്തോടെ നശിക്കുക എന്ന് കണ്ടപ്പോൾ അവർ ചീത്ത വിളിച്ചത് ആരെയാണെന്നറിയോ? കഥം ശൂർപ്പണഖ. ആരെ ചൊല്ലിയത്? ഇവള് കാരണമാണ്. ആര് കാരണം? ഈ ശൂർപ്പണഖയുടെ കാമപ്രാന്തല്ലേ ഇതിനൊക്കെ കാരണം. ഈ ശൂർപ്പണഖ വൃദ്ധ കരാള ഇവൾ ഈ ശൂർപ്പണഖ കാരണമാണല്ലോ നമുക്ക് ഈ ഒരു ദുരിതം ഉണ്ടായതില്ല വെച്ചാൽ നമ്മളൊന്നും നശിച്ചു പോവില്ലല്ലോ ഇങ്ങനെയെന്നും പറഞ്ഞ് അവരെല്ലാവരും കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ പുത്രനും മരിച്ചു, എല്ലാം കഴിഞ്ഞു. ഒടുക്കം രാവണൻ തന്നെ പുറപ്പെട്ടു. ഈ രാവണനായിട്ടുള്ള യുദ്ധം ഗംഭീര യുദ്ധം ഉണ്ടായത്. അങ്ങനെ വിരൂപാക്ഷൻ പോലെയുള്ളവരൊക്കെ വധിച്ചു. ഈ രാമരാവണ യുദ്ധം ഉണ്ടായ സമയത്ത് രാമനും കൂടി യുദ്ധം ഉണ്ടായപ്പം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, രാമന് ഈ കാട്ടിൽ കൂടി നടന്ന് സഞ്ചരിച്ചിരിക്കണ കാലത്തല്ലേ ഇവിടെ വന്നതും യുദ്ധം ഉണ്ടായതും. രാമനാണെങ്കിൽ തേരുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ രാമന് മാത്രം ഒന്നുമില്ലല്ലോ, രാവണൻ നല്ല തേരിൽ നിന്ന് യുദ്ധം ചെയ്യണു. രാവണനാണെങ്കിൽ എന്ത് ചെയ്യണത്? ഒന്നുമില്ലാതെ നിലത്ത് നിൽക്കണം. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ തേര് കൊണ്ടുപോയി കൊടുക്കും ആർക്ക്? രാമന്. അങ്ങനെ ഇന്ദ്രൻ മാതലിയോട് പറഞ്ഞു കൊണ്ടു. മാതലി തേരുമായിട്ട് വന്നു. ഇന്ദ്രൻ്റെ തേരിൽ മാതലി തേരാളിയായിട്ട് ഇരിക്കെ അതിൽ കയറി നിന്നിട്ടാണ് ആര് യുദ്ധം ചെയ്തത്? രാമൻ. അപ്പം അങ്ങനെ രാമനും രാവണനും കൂടി ഗംഭീര യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിൽ എന്തേ പ്രത്യേകത ഉണ്ടായി ചോദിച്ചാൽ, കേമായ യുദ്ധം, രാമരാവണ യുദ്ധം ഉണ്ടായത്. രാമരാവണ യുദ്ധം കലശലായ സമയത്ത് ദേവന്മാരൊക്കെ ആകാശത്ത് നിന്നിട്ട് ഇങ്ങനെ അരാവണം അങ്ങനെ ഉണ്ടായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അരാവണം അരാമം വ, ഒന്നുകിൽ രാവണനുള്ള ലോകേ ഇനി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ രാമനുള്ള ലോകേ ഉണ്ടാവും. ഒന്നുകിൽ രാവണൻ ഇല്ലെങ്കിൽ രാമൻ, രണ്ടിലൊന്നായിട്ട് തീരും എന്നുള്ള മട്ടിൽ കലശലായിട്ടുള്ള യുദ്ധം ഉണ്ടായ സമയത്ത് ദേവന്മാരും ഒക്കെ വന്നു. ഈ തേര് കിട്ടിയതോട് കൂടിയിട്ട് യുദ്ധത്തിനൊരു ഭംഗിയുണ്ടായി. അങ്ങനെ രാവണൻ ഒരു ശൂലം പ്രയോഗിച്ചു. ആ ശൂലം രാമൻ തകർത്തു. ഈ ശൂലത്തിൻ്റെ തകർക്കൽ കഴിഞ്ഞപ്പോഴാണ് രഥം പൊളിച്ചു രാമൻ്റെ അസ്ത്രം കൊണ്ട്. രാവണന് ഇത്തിരി ക്ഷീണമായി എന്ന് കണ്ടപ്പോൾ രാവണനോട് പറഞ്ഞു, രാവണ നീ ഒരു കാര്യം ചെയ്യൂ, ഈ ക്ഷീണം മാറ്റിയിട്ട് വിശ്രമിച്ചിട്ട് വരൂ എന്നും പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി വന്ന് ഈ രാവണനോട് കൂടി യുദ്ധം ചെയ്ത സമയത്താണ് അഗസ്ത്യ മഹർഷി
അവിടേക്ക് വന്നു. ഈ അഗസ്ത്യ മഹർഷിയാണ് ഈ രാമൻ എന്ത് പറഞ്ഞു കൊടുത്തത്? യുദ്ധത്തിൽ ജയത്തിനായിട്ട് വളരെ വിശിഷ്ടമായ ഒരു മന്ത്രം ആദിത്യ ഹൃദയം എന്ന് പറയും. ഈ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് അതിൻ്റെ ശക്തിയോട് കൂടിയിട്ടാണ് രാമരാവണ യുദ്ധം പിന്നീട് ഉണ്ടായത്. അതിൽ രാവണൻ്റെ ആ ധ്വജം മുറിച്ചിട്ടു, രാവണനെ ക്ഷീണിപ്പിച്ചു, രാവണൻ്റെ എല്ലാ രഥം കുതിരകളെ വീഴ്ത്തി, എല്ലാം വീഴ്ത്തിയിട്ട് ഒടുക്കം ഒരസ്ത്രം കൊണ്ട് രാവണനെയും വീഴ്ത്തി എന്നാ പറയുക. ആ അസ്ത്രമായിട്ട് രാമൻ നിലത്തേക്ക്, രാമൻ്റെ അസ്ത്രം കൊണ്ട് രാവണൻ ശിരസറ്റ് നിലത്തേക്ക് വീണ സമയത്ത് അംബോസശരോ രാവണം ഹത്വ രുധിരാർദ്ര കൃത എങ്ങനെ രുധിരാർദ്രീകൃത ചെവി പറഞ്ഞ ചോരയിൽ മുങ്ങി വന്നിട്ട് കൃതകർമ്മ സ്വയംഭൂയ സ്വതൂണീം പുനരാഗമൽ എന്ന് പറയും. അങ്ങനെ രാവണവധം കഴിഞ്ഞ അസ്ത്രം തിരിച്ചു പോയി.